നമ്മുടെ നേതാവിനെ നമ്മൾ എന്തിനാ ശരിക്കും വേദനിപ്പിക്കേണ്ടാവും? നമ്മൾ തെറ്റിയുമ്പോൾ അവിടുത്തെ കൽബ് വേദനിക്കുന്നു പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കി. എന്തെല്ലാം വേദന സഹിച്ചിട്ടാ ഈ ദുനിയാവിന് തങ്ങൾ പോയത്. 25-ലധികം തവണ വധശ്രമം നടന്നിട്ടുണ്ടല്ലോ തങ്ങൾക്കെതിരെ. ഉഖബത്ത് ബിൻ അബീ മുഈത്ത് എന്ന ദുഷ്ടൻ ഒരു മുണ്ട് കുരുക്കിയിട്ട് തങ്ങളെ കഴുത്തിനിട്ടിട്ട് മുറുക്കിയിട്ട് കൊല്ലാൻ നോക്കിയില്ലേ? ത്വായിഫുകാരല്ലേ സ്വർഗത്തിൽ ആദ്യം എടുത്തു നോക്കേണ്ട കാലിന് കല്ലെറിഞ്ഞിട്ട് പൊട്ടിച്ച് രക്തൊലിച്ചില്ലേ? അതേതാ വയസ്സ് നോക്കി ആ സമയത്ത്. എന്നിട്ട് തളർന്നിരിക്കുമ്പോ ആ പിള്ളേർ വിളിച്ച വിളിയുണ്ട് നിങ്ങള്. ലോകത്ത് ഒരു മനുഷ്യനെ വിളിക്കാൻ പറ്റുന്ന ഏറ്റവും വൃത്തികെട്ട ചീത്തയെ വിളിച്ച് ഭ്രാന്തൻ. ലോകത്തെ ബുദ്ധിമാനായ നേതാവിനെ കേട്ടു, അതും കേട്ടു. വിശന്നിട്ട് കല്ല് കിട്ടിയാൽ നിൽക്കാനൊക്കെ പറ്റൂ, വേണമെങ്കിൽ ഇരിക്കുകയും ചെയ്യാം. കിടക്കാൻ പറ്റൂല കല്ല് കിട്ടിയാൽ. കല്ല് മാറ്റിവെച്ച് കിടക്കുമ്പോ വയറുവേദന വരാൻ തുടങ്ങി. ആയുഷ്മന്താക്കൽ എന്നൊരു പാതിരാക്ക് അടുത്ത വയറ് തടവി കൊടുക്കും. സ്വർഗത്തിന്റെ രാജാവിന്റെ കഥയെ പറയണം. മക്കത്ത് നിന്ന് മദീനയിലേക്ക് 430 കിലോമീറ്ററിലെ നമുക്ക് വേണ്ടിട്ട് സഞ്ചരിച്ചു. ആ നടത്തത്തിനിടയിലല്ലേ കാലിന്റെ നഖം പൊട്ടിയത്. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട നേതാവിന്റെ യാതനകൾ നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ.